പാകിസ്ഥാനിലെ സ്വാത്ത് താഴ്വരയുടെ നിയന്ത്രണം താലിബാൻ ഏറ്റെടുത്തപ്പോൾ അതിനെതിരെ ഒരു പെൺകുട്ടി മാത്രം ശബ്ദിച്ചു. അവളുടെ സ്കൂളിൽ പോകാനുള്ള അവകാശം താലിബാൻ കവർന്നെടുത്തപ്പോൾ വിദ്യാഭ്യാസത്തിന് ആയുധം താഴെ വെപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ച് അവൾ ശബ്ദിച്ചു. അവളുടെ പേര് മലാല യൂസഫ്സായി. സ്വർഗത്തിൽ നിന്ന് വീണുപോയതുപോലെയുള്ള അവർണ്ണനീയമായ സ്വാത്ത് താഴ്വര. വിദ്യാഭ്യാസം എന്ന വിലക്കപ്പെട്ട കനി പറിക്കാൻ പോയ പെൺകുട്ടികൾ സ്കൂൾ വിടാനുള്ള ബെല്ലുകേട്ട് പുറത്തിറങ്ങി. ചിരിയും കളിയും സംഭാഷണങ്ങളും നിറഞ്ഞ് ശബ്ദമുഖരിതമായ സ്കൂൾ മുറ്റത്ത് ടൊയോട്ടയുടെ പഴകിയ വെളുത്ത വാനുമായി ഡ്രൈവർ കാത്തു നിൽക്കുന്നു. ഡ്രൈവർ കുട്ടികളെല്ലാം കയറിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം വാൻ സ്റ്റാർട്ട് ചെയ്തു. വാൻ നീങ്ങി തുടങ്ങിയതും ചില പെൺകുട്ടികൾ പാട്ടുപാടി തുടങ്ങി. സ്വാത്തിൽ സാധാരണയായി ഉണ്ടാവാറുള്ള തണുത്ത കാറ്റ് അന്നുണ്ടായിരുന്നില്ല. ഉപേക്ഷിക്കപ്പെട്ട പഴയൊരു ക്രിക്കറ്റ് മൈതാനത്തിനരികിലൂടെ ഇടുങ്ങിയ റോഡിലേക്ക് പ്രവേശിച്ച് വാൻ മുന്നോട്ട് നീങ്ങി. വാൻ പെട്ടെന്ന് നിന്നു. തോക്കിയേന്തിയ യുവാക്കൾ വാനിലേക്ക് ഓടിക്കയറി. ആരാണ് മലാല എന്നവർ ഉറക്കെ ചോദിച്ചു. ശേഷം മലാല എന്ന 14 വയസ്സുകാരിക്ക് നേരെ അവർ വെടിയുതിർത്തു. ആരാണ് മലാല? മലാല എന്ന 14 വയസ്സുകാരിയോട് എന്തിനായിരിക്കും ഇത്രയും വിദ്വേഷം? 1997 ജൂലൈ 12 പാകിസ്ഥാൻ താലിബാന്റെ ശക്തി കേന്ദ്രമായ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിലെ സ്വാത്ത് ജില്ലയിലെ മിങ്കോറയിലാണ് മലാല ജനിക്കുന്നത്. വിദ്യാഭ്യാസ, യുവജന, വനിതാവകാശ പ്രവർത്തകനും സ്കൂൾ ഉടമയും കവിയുമായ സിയാവുദ്ദീൻ യൂസഫാണ് പിതാവ്. പഷ്തൂൺ കവിയും പോരാളിയുമായ മലാലായി ഓഫ് മായിവന്തിനോടുള്ള ഇഷ്ടമാണ് മലാലയ്ക്ക് പിതാവ് ആ പേരിടാൻ കാരണം. 2007 സ്വാത്ത് ജില്ലയുടെ നിയന്ത്രണത്തിനു വേണ്ടി പാകിസ്ഥാനും താലിബാനും യുദ്ധം ചെയ്യാൻ തുടങ്ങിയത്. ഒന്നാം സ്വാത്ത് യുദ്ധം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സ്വാത്തിന്റെ നിയന്ത്രണം കൈക്കലാക്കിയ താലിബാൻ സ്വാത്ത് വാലിയിൽ ടെലിവിഷനും സംഗീതവും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും നിരോധിച്ചു. സ്ത്രീകൾ സ്ഥാപനങ്ങൾ വാങ്ങാൻ പോകുന്നത് വിലക്കി. 2008 സെപ്റ്റംബറിലാണ് വിദ്യാഭ്യാസാവകാശത്തെക്കുറിച്ച് മലാല പൊതുവേദിയിൽ സംസാരിച്ചു തുടങ്ങിയത്. പെൺകുട്ടികളുടെ പഠനാവകാശം നിഷേധിക്കുന്ന താലിബാനെതിരെ സംസാരിക്കാൻ പെഷവാറിലെ പ്രസ് ക്ലബിൽ അവളെ കൊണ്ടുപോയത് പിതാവാണ്. സ്വാത്തിലെ സ്ഥിതി ഇതായിരിക്കുമ്പോൾ 2009 തുടക്കത്തിൽ BBC-യുടെ ഉറുദു വിഭാഗം മലാലയുടെ പിതാവ് സിയാവുദ്ദീനെ സമീപിച്ചു. അദ്ദേഹത്തിന്റെ സ്കൂളിലെ ഏതെങ്കിലും കുട്ടിയെ കൊണ്ട് താലിബാൻ നിയന്ത്രണത്തിലെ സ്വാത്തിനെ പറ്റി എഴുതിക്കാമോ എന്ന് ചോദിച്ചു. ആയിഷ എന്ന കുട്ടി ഡയറി എഴുതാൻ സമ്മതിച്ചു. എന്നാൽ താലിബാൻ തിരിച്ചടി ഭയന്ന ആയിഷയുടെ മാതാപിതാക്കൾ അത് നിർത്തിച്ചു. പിന്നെ സിയാവുദ്ദീന് മുന്നിൽ സ്വന്തം മകളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ മലാല ഡയറി എഴുതി തുടങ്ങി. 2009 ജനുവരി 3 BBC ഉറുദു ബ്ലോഗിൽ പ്രത്യക്ഷപ്പെട്ട മലാലയുടെ ആദ്യ ബ്ലോഗ് അവളെ പ്രശസ്തയാക്കി. സ്കൂൾ കഴിഞ്ഞ് സ്കൂൾ ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു താലിബാന്റെ മലാലയ്ക്ക് നേരെയുള്ള ആക്രമണം. ഒരു വെടിയുണ്ട അവളുടെ തല തുളച്ചു കയറി കഴുത്തിലൂടെ കടന്ന് തോളെല്ലിനടുത്തെത്തി. മരണത്തോട് മല്ലടിച്ച് ദിവസത്തോളം കിടന്ന മലാലയുടെ തോളിൽ നിന്നും ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം ക്വീൻ എലിസബത്ത് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വെടിയുണ്ട പുറത്തെടുത്തു. ക്രമേണ അവൾ സുഖം പ്രാപിച്ചു. ഇന്ന് സ്ത്രീ വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ആക്ടിവിസ്റ്റും ഫെമിനിസ്റ്റും ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാന ജേതാവുമാണ് മലാല യൂസഫ്സായി. മലാലയോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം ജൂലൈ 12 അന്താരാഷ്ട്ര മലാല ദിനമായി ആചരിക്കുന്നു. 2015 ലോകത്തെ എല്ലാ പെൺകുട്ടികളെയും വിദ്യാലയത്തിലെത്തിക്കാനുള്ള ഐക്യരാഷ്ട്ര പ്രചാരണ പരിപാടിയുടെ മുദ്രാവാക്യം ഇതാണ്: മീ ടു മലാല.